Chapter 1 Overview of Computerized Accounting System. ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം തന്നെ പഠിക്കേണ്ടത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണെന്നുള്ള മീനിങ് പഠിക്കണം. ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ through the use of hardware and software in order to produce accounting records and reports. ആ മീനിങ് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ നിന്ന് 5 പില്ലേഴ്സ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം 5 വരുന്നുണ്ട്. പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒന്നിലെ കമ്പോണൻസ് ചോദിക്കും, അല്ലെങ്കിൽ 5 പില്ലേഴ്സ് ഓഫ് CAS എന്നുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഈ ഭാഗത്തു നിന്ന് പഠിക്കുക. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ്, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ, ആക്യുറസി ആൻഡ് സ്പീഡ്, സ്കാലബിലിറ്റി, റിലയബിലിറ്റി. ഇതിൻ്റെ ഹെഡിങ് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺവേഡ്സിൽ അർത്ഥം മനസ്സിലാക്കി എഴുതാവുന്നതാണ്. അപ്പോൾ ഫീച്ചേഴ്സ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ഭാഗമാണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഒരു 5 അഡ്വാൻറ്റേജസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ 3 ലിമിറ്റേഷൻസും തരുന്നുണ്ട്. ഇത് സ്ഥിരം എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നന്നായി പഠിച്ചു വയ്ക്കുക. പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് കോഡ്സ്. ഇത് സീക്വൻഷ്യൽ കോഡ്സ്, ബ്ലോക്ക് കോഡ്സ്, ന്യൂമോണിക് കോഡ്സ്. ഇതിൽ പ്രധാനമായിട്ടും എക്സാമ്പിളാണ് വെച്ചിട്ട് എപ്പോഴും സ്ഥിരം 1 വേർഡിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ കോഡ് ഇങ്ങനെ തന്നിട്ട് അത് ഏത് കോഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. സീക്വൻഷ്യൽ കോഡാണോ, ബ്ലോക്ക് കോഡാണോ, ന്യൂമോണിക് കോഡാണോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഇങ്ങനെ ഷോർട്ട് ഫോം കോഡായിട്ട് ഉപയോഗിക്കുന്നത് അത് ഏത് കോഡാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ റേഞ്ച് സൂചിപ്പിച്ചിട്ട് അത് ഏത് കോഡാണെന്ന് ചോദിക്കാം, ബ്ലോക്ക് കോഡ്. അതുപോലെ നമ്പേഴ്സ് തന്നിട്ട് അത് ഏത് കോഡിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഓരോന്നും ഈ 3 കോഡ് പഠിക്കുമ്പോഴും എക്സാമ്പിൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്. ഇത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ 3 സെക്യൂരിറ്റികളാണ് ഇവിടെ പറയുന്നത്. അതും പഠിച്ചു വയ്ക്കുക. ചാപ്റ്റർ 2 സ്പ്രെഡ്ഷീറ്റ്. ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വയ്ക്കുക. അതുപോലെ റോ എന്താണെന്ന്, കോളം എന്താണെന്ന്, സെൽ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ പഠിക്കേണ്ടത് സെൽ റെഫറൻസ്, ടൈപ്സ് ഓഫ് റെഫറൻസസ്, റിലേറ്റീവ് റെഫറൻസസ്, ആബ്സല്യൂട്ട് റെഫറൻസസ്, മിക്സഡ് സെൽ റെഫറൻസസ്. ഇതിൽ ഈ ഡോളർ സൈനൊക്കെ ഇട്ടിട്ട് ഏത് റെഫറൻസ് ആണെന്ന് ചോദിക്കാറുള്ളതൊക്കെയാണ്. ഇത് 3ഉം നന്നായി പഠിച്ചു വയ്ക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 മാർക്കിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക്. ഇതിൽ 7 ഫങ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്നത് ഇപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻ, അതിൽ വരുന്നത് ടുഡേ, നൗ, ഡേ, മന്ത്, ഇയർ, ഡേറ്റ് വാല്യൂ. അപ്പോൾ അത് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷനിൽ വന്നതാണ്. അപ്പോൾ അത് ഓരോന്നും പഠിക്കുക. അതിൻ്റെ സിൻറ്റാക്സ് അടക്കം പഠിക്കുക. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷനിൽ വരുന്നത് അതിൻ്റെ സിൻറ്റാക്സ് പഠിക്കുക. മാത്തമാറ്റിക്കൽ ഫങ്ഷനിൽ വരുന്നത് അതിൻ്റെ സിൻറ്റാക്സ്. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ വരുന്ന ഓരോ ഫങ്ഷൻസും അതിൻ്റെ സിൻറ്റാക്സും പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും 2 3 എണ്ണം 5 മാർക്കിനായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇത്രയുമാണ് 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് പഠിക്കേണ്ടത്. 3rd ചാപ്റ്റർ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് പേറോൾ അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇതിൽ വരുന്ന അലവൻസസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണത്. ഡിയർനെസ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്. അതുപോലെ തന്നെ ഡിഡക്ഷൻസ്, ഒരു സാലറിയിൽ നിന്ന് വരുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, PF, SLI, ലൈഫ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്. അപ്പോൾ അതെല്ലാം, അതായത് അലവൻസസും പഠിക്കണം, ഡിഡക്ഷൻസും പഠിക്കണം. അതിൽ കേട്ടോ പ്രത്യേകം എടുത്ത് പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് 2 ടൈപ്പ് അസറ്റ് അക്കൗണ്ടിങ്, SLN മെത്തേഡും ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡും. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് സിൻറ്റാക്സ്. അത് സിൻറ്റാക്സ് അടക്കം ഇതിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായും പഠിക്കേണ്ടത്.
ഇപ്പോൾ പേറോൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് വന്നേക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞതുപോലെ തന്നെ അതിൽ നിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗ്രോസ് പേയുടെ കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡിഡക്ഷൻസും അതുപോലെ തന്നെ അലവൻസസും നന്നായി പഠിച്ചു വെക്കുക. ചാപ്റ്റർ 4 ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ്. ഈ ചാപ്റ്ററിൽ നിന്നും ഗ്രാഫും ചാർട്ടും എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. അതുപോലെ പല ടൈപ്പ് ചാർട്ടുകളുണ്ട്. കോളം ചാർട്ട്, ബാർ ചാർട്ട്, ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെ ഓരോ ചാർട്ടുകൾ, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ഡോനറ്റ് ചാർട്ട്, അതൊക്കെ പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒരു 4 ടൈപ്പ് ചാർട്ടുകൾ പഠിച്ചു വയ്ക്കുക. പിന്നെ പഠിക്കേണ്ടത് എലമെൻസിൻ്റെ ഹെഡിങ്ങുകളെല്ലാം പഠിച്ചു വയ്ക്കുക. ഏതൊക്കെ എലമെൻസ് എന്നുള്ളതൊന്ന് ഹെഡിങ്ങുകൾ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, സ്ഥിര ഈ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ് ഇൻ യൂസിങ് ഗ്രാഫ് ഓർ ചാർട്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 5 അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് GNU കാട്ട. ഇതിൽ നിന്ന് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ലാബിൽ ചെയ്തവർക്ക് ആ സ്റ്റെപ്പ് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അത് എഴുതാൻ പഠിക്കേണ്ടതാണ്. അതുപോലെ വരുന്നതാണ് കമ്പനി ക്രിയേഷൻ, ലെഡ്ജർ ക്രിയേഷൻ, വൗച്ചർ ക്രിയേഷൻ. ഈ കീസുകളെല്ലാം ചോദിക്കാറുള്ളതാണ്. ഈ വൗച്ചറിൻ്റെ കീസുകളെല്ലാം പഠിച്ചു വെക്കുക. മാസ്റ്ററിൽ നിന്ന് എടുക്കുന്ന അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. റിപ്പോർട്ടിൽ നിന്ന് എടുക്കുന്നത് ലെഡ്ജർ, ട്രയൽ ബാലൻസ്, അതുപോലെ ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം നന്നായി പഠിക്കുക. വൗച്ചറുകളുടെ പേരുകൾ പഠിക്കുക. നിങ്ങൾ ലാബിൽ എന്താണോ ചെയ്തത് അത് ബേസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് പഠിച്ചു വെക്കുക. ഈ GNU കാർട്ടയുടെ ചാപ്റ്ററിൽ നിന്ന് കമ്പനി ക്രിയേഷൻ, വൗച്ചർ ക്രിയേഷൻ, ലെഡ്ജർ ക്രിയേഷൻ, ഇതൊക്കെ ആയിരിക്കും എക്സാമിന് 5 മാർക്കിനൊക്കെ വരുന്നത്. ഏതെങ്കിലും ഒരു 5 ട്രാൻസാക്ഷൻ തന്നിട്ട് അതിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ലാബിൽ പഠിച്ചേക്കണത് എങ്ങനെയാണ്, ചെയ്ത് പഠിച്ചേക്കണത് എന്താണോ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ അക്കൗണ്ട് നെയിമുകൾ തന്നിട്ട് അതിൻ്റെ ഗ്രൂപ്പൊക്കെ ചോദിക്കാം. അങ്ങനെ അതിൻ്റെ ആൻസർ അവിടെ നൽകുന്നുണ്ട്. കറണ്ട് അസറ്റ്, ക്യാഷ്, പേയ്മെൻറ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ റൈറ്റ് ദ പ്രൊസീജിയർ ഫോർ വൗച്ചർ എൻട്രിയുടെ പ്രൊസീജിയർ എഴുതാൻ ചോദിക്കാം. ലാസ്റ്റ് ചാപ്റ്റർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, DBMS. അതിൻ്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ അതുപോലെ ടേബിള്, ക്വറി, ഫോം, റിപ്പോർട്ട്, ഈ 4 എണ്ണം എന്താണെന്നുള്ളത് പഠിക്കുക. ക്വറി എന്താണെന്നുള്ളതും ഫോംസ് എന്താണെന്നുള്ളതും റിപ്പോർട്ട് എന്താണെന്നുള്ളതും നന്നായി പഠിച്ചു വയ്ക്കുക. ഈ 4 എണ്ണമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് DBMSൻ്റെ ഫുൾ ഫോം പഠിക്കണം, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതുപോലെ ഈ ക്വറി, ഫോംസ്, റിപ്പോർട്ട്സ്, ടേബിള് എന്താണെന്നുള്ളതും കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വയ്ക്കുക.